ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് മാറി നിൽക്കാൻ കഴിയില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. പി.എം. ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം. കണ്ണിൽ പൊടിയിടാനാണ് സംസ്ഥാന സർക്കാർ ഉപസമിതിയെ വെച്ചിരിക്കുന്നത്. ഉപസമിതിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്നും എം.ടി. രമേശ് പറഞ്ഞു. പി.എം. ശ്രീ പദ്ധതിയൊക്കെ രാജ്യത്ത് നടപ്പിലാക്കേണ്ട പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ പാലിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ആ തീരുമാനമൊക്കെ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. LDF ഗവൺമെൻറ് ഒപ്പിട്ടിട്ടുണ്ട്. UDF ഗവൺമെൻറ് നടപ്പിലാക്കേണ്ടി വരും. ആകെ ഇപ്പോൾ അത് സ്കൂളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലേ ഉള്ളൂ. ഈ അക്കാഡമിക് വർഷം ഈ സ്കൂളുകൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അടുത്ത അക്കാഡമിക് വർഷം മുതൽ കേരളത്തിലെ 200-ലേറെ വിദ്യാലയങ്ങൾ പി.എം. ശ്രീ പദ്ധതി ആരംഭിക്കേണ്ടി വരും. അതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഉപസമിതി? അവരെന്ത് തീരുമാനിക്കാനാണ്? പി.എം. ശ്രീ പദ്ധതിയുടെ നോംസ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാറ്റാവുന്നതല്ലോ. അത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള നിയമമാണ്. പി.എം. ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ ആ സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണം.